ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. നമ്മൾ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ശുചിത്വത്തെക്കുറിച്ച് നമ്മൾ സാമാന്യം സൂചിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ശുചിത്വം തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത, അത് നമ്മളുടെ സമൂഹത്തിൽ ഒക്കെ ചെലുത്തുന്ന സ്വാധീനം ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒന്നാണ്. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം അതിനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. ഇപ്പം നമ്മൾ ശരീരശുദ്ധി ശരിയായ രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്തും ഓരോരുത്തരും ശ്രമിച്ചാൽ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗൃഹത്തിൻ്റെ കാര്യത്തിലും. ഗൃഹത്തിൽ വീട്ടമ്മയാണ് അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വപരമായിട്ട് കണ്ട് മക്കളെ ചെറിയ പ്രായം തുടങ്ങി അത് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾക്ക് ശരീരശുദ്ധിയും ഗൃഹശുദ്ധിയും ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് പല പകർച്ചവ്യാധികൾ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള കണ്ണ് രോഗങ്ങൾ പലതും നമുക്ക് പകർന്നു പോകുന്നതിൻ്റെ കാരണം ഈ ഒരു ശരീരത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ശുദ്ധിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിന് അസുഖമുള്ള സമയങ്ങളിൽ നമ്മൾ കണ്ണ് തിരുമാറുണ്ട്. ഈ കണ്ണ് തിരുമിയിട്ട് നമ്മൾ കൈ കഴുകാറില്ല. അതേ കൈ കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് അടുത്ത ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നമ്മൾ കൊടുക്കും. അതേപോലെ നമ്മളത് വേറെ എവിടെയെങ്കിലുമൊക്കെ പിടിക്കും. ചിലർ മൂക്ക് ചീറ്റിയിട്ട് കൈ കഴുകാതെ കൈ എവിടെയും തുടച്ചിട്ട് അതേ കൈ കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. പരിസരം നോക്കാതെ കാർക്കിച്ചു തുപ്പും. ഇതെല്ലാം നമ്മൾ ചവിട്ടുകയും കൈ തൊടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചെരുപ്പുകൾ, വാറുള്ള ചെരുപ്പുകൾ നമ്മൾ അഴിച്ചു വെച്ചിട്ട്, അപ്പോൾ അഴിക്കുന്നതിന് കൈയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ചെളിയിലൂടെയൊക്കെ നടന്നു വന്ന് നമ്മൾ കൈ ഉപയോഗിച്ച് ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ അതിലുണ്ടാകുന്ന അണുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ മൂക്ക് ചിലപ്പോൾ നമ്മൾ ചൊറിയും, അല്ലെങ്കിൽ കണ്ണ് തുടയ്ക്കും, അല്ലെങ്കിൽ മുഖം തുടയ്ക്കും, അല്ലെങ്കിൽ കർച്ചീഫ് കൊണ്ട് നമ്മൾ കൈ തുടയ്ക്കും. ഇതൊക്കെ വലിയ ഒരു ബണ്ടിലായി നമ്മുടെ കൂടെ കൂടുകയാണ്. അത് ഏത് രീതിയിലുള്ള ഫംഗസാണോ, പ്രത്യേകിച്ച് വൈറൽ ഫീവർ, ചുമ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും അതിശക്തമായ രീതിയിൽ സ്പ്രെഡ് ചെയ്തു പോകുന്നത്. പക്ഷേ നമ്മൾ ആരും തന്നെ ഈ ശരീര ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം നിലനിർത്താത്ത ആളുകളായതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഗുരു പറയുന്നു, ഇതൊക്കെ ശരീരശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ നമ്മുടെ വാക് ശുദ്ധി, വാക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്, വാക്കുകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ കൈകൊണ്ട് ഒരാളെ ഒരു അടി കൊടുത്താൽ ആ വേദന മാറുമ്പോൾ അതോടുകൂടി അത് മാറും. പക്ഷെ നമ്മൾ വാക്കുപയോഗിച്ചാണ് അടിക്കുന്നതെങ്കിലോ അവൻ മരിക്കുന്ന സമയം വരെ, മരിച്ചാലത് വിട്ടുപോകില്ലെന്നാണ്. നമുക്ക് കണ്ടാൽ അറിയാം, ചിലപ്പോൾ ഒരു പുനർജന്മം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത്ര വിശ്വാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാരണവുമില്ലാതെ ചില ആളുകൾ നമ്മളെ പിന്തുടർന്ന് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും മാനസികമായി. നമ്മളോട് എത്രമാത്രം ദേഷ്യം ഉണ്ടാവും. ഈ ജന്മത്തിൽ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ അവരോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, യാതൊരു ഡീലിങ്സും ഉണ്ടാവില്ല. പക്ഷേ അയാൾക്ക് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള എതിർപ്പും പകയുമൊക്കെ കാണാം. നമ്മൾക്കും ചിലപ്പോൾ അതുപോലെ കാണാം. ചിലരെ കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നും, ചിലരെ കാണുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നും. എന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ ജന്മത്തിലും ഓരോ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് മരണാനന്തരവും അടുത്ത ജന്മം കിട്ടുമ്പോൾ അത് തുടരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, എത്രമാത്രം ഭീകരമായ രീതിയിൽ മനുഷ്യനെ അധിക്ഷേപിക്കുന്നുണ്ട്. ഒരു പിടിയില്ല. നമുക്ക് സോഷ്യൽ മീഡിയ ഒരു ഗുണം ഒരു സൈഡിലുണ്ടെങ്കിൽ മറു സൈഡിൽ അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ വികലമാക്കുന്ന രീതിയിൽ
വാക്കുകൾ പ്രയോഗിക്കുകയാണ്. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഗുരു പറയുന്നു, വാക്കുകൾ ശുദ്ധമായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ചില വീടുകളിൽ കള്ളു കുടിച്ചിട്ട് വരുന്ന അച്ഛനൊക്കെ ഉണ്ടാവും. അവരൊക്കെ ചീത്ത വിളിക്കും. ഇതെല്ലാം കുട്ടി കേട്ട് പഠിക്കും. ഈ കുട്ടി അത് സ്കൂളിൽ പോയി പറയും, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയും. അപ്പോൾ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെയുള്ള വേണ്ടാത്ത വാക്കുകൾ കുത്തി നിറയ്ക്കുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും വിളനിലമാണ്. സംസ്കാരം ഉണ്ടാകുന്നതും ഉണ്ടാക്കി കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതുമൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഈ ശുചിത്വമൊക്കെ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് പകരേണ്ടത് എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് പരമാവധി ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.